എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ചെടികൾക്കും തഴച്ചു വളരാൻ സഹായിക്കുന്ന നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് കേട്ടോ. പൂക്കളായാലും അതുപോലെ ഇലച്ചെടികളായാലും പച്ചക്കറികളായാലും അങ്ങനെ ഏത് ചെടികൾക്കും നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ്. ചെടി നല്ല രീതിയിൽ തഴച്ച് വളരാനും അതിൽ നന്നായിട്ട് കായ് പിടിക്കാനും പൂവിടാനൊക്കെ ഈ ഫെർട്ടിലൈസർ നമുക്ക് സഹായിക്കും. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് വേസ്റ്റായിട്ട് കളയുന്ന സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട്. ഒരു പൈസ ചിലവില്ലാതെ നമുക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനുള്ള ജൈവമായിട്ടുള്ള വളങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് എടുത്തിട്ടുള്ളത് 3 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിൽ ധാരാളമായിട്ട് പൊട്ടാസ്യവും നൈട്രജനും ഫോസ്ഫറസും അങ്ങനെ മറ്റ് പല ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഇതിലുണ്ട്. അത് നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പഴത്തൊലിയാണ്. ഏത് പഴത്തിൻ്റെ തൊലിയായാലും കുഴപ്പമില്ല, അതിങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക. പഴത്തൊലിയിലും ഈ പറഞ്ഞ പോലെ ഹൈ റിച്ച് ആയിട്ടുള്ള പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളും അതുപോലെ പഴത്തൊലിയുടെ ഗുണങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ചെടികൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഈ പഴത്തൊലി നമ്മൾ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ആ കഞ്ഞിവെള്ളം തന്നെയാണ് വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റാക്കിയിട്ട് കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ട് വരാം. കണ്ടില്ലേ, ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി ഒരു പാത്രത്തിലേക്ക്, ഏത് പാത്രത്തിലാണോ നമ്മൾ കലക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ ഈർത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്ര ചെടികൾക്കാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് കഞ്ഞിവെള്ളം എടുക്കാം. അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പഴത്തൊലിയുടെ ആ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പഴത്തൊലിയും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കൂടി ചേരുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ഒറ്റ വളത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. പഴത്തൊലി അരച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലുള്ളത് മുഴുവനായിട്ട് നമ്മൾ കഴുകി അതിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ ജാറ് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി ഇത് പുളിപ്പിക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. എങ്ങനെയാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ലിക്വിഡ് നമ്മളൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് നല്ല രീതിയിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. കാരണം 3-4 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളവും അതുപോലെ പഴത്തൊലി ഡയറക്റ്റായിട്ട് അടിച്ചൊഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടുള്ള ജാറിൽ 3-4 ഇരട്ടി വെള്ളം എടുത്ത് നമ്മൾ ഈ ലിക്വിഡ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വളരെ വീര്യം കൂടിയ വളമായ കാരണമാണ് നമ്മൾ ഇത്രയധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെടിക്ക് ഒരു പകുതി കപ്പൊക്കെ മതിയായിരിക്കും. നല്ല രീതിയിൽ കടക്കിൽ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെടികളിൽ ഒരു സ്പ്രേയറിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. നമ്മുടെ റോസ് ചെടികൾക്കും മാത്രമല്ല എല്ലാ തരം ചെടികൾക്കും ഇത് യൂസ്ഫുള്ളാണ്. ഈ വീഡിയോ ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.